ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മില്ലറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കുതിരവാലി മില്ലറ്റിൻ്റെ പ്രത്യേകത കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവായതിനാലും എളുപ്പത്തിൽ മാത്രമേ ദഹിക്കൂ എന്നുള്ളതിനാലും കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന IT മേഖലയിലുള്ളവർക്കെല്ലാം ആഹാരമായി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ധാന്യമാണ്. പ്രമേഹത്തെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെയും നിയന്ത്രിക്കാനും കഴിയും. അങ്ങനെ ഗുണങ്ങൾ ധാരാളമുള്ള മില്ലറ്റ് തന്നെയാണ് കുതിരവാലി മില്ലറ്റ്. ഇന്ന് അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇതുപോലെ മില്ലറ്റ് കൊണ്ടുള്ള ദോശ, കഞ്ഞി, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഈ മില്ലറ്റ് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് കുതിരവാലി മില്ലറ്റ്. ഈ മില്ലറ്റ് ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കാം. 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെ അരച്ചെടുക്കണം. അത് നല്ലതാണ്, കുതിർത്ത് വെച്ച വെള്ളം. അതുകൊണ്ട് കുതിർത്ത് വെച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 3-4 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3-4 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയി. ഒന്ന് അരച്ചതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജാറിൽ കുറച്ചായതുകൊണ്ട് ചെറിയ ജാറിലാണ് അരച്ചിട്ടുള്ളത്. പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇങ്ങനെ കുറച്ച് ഒരു കപ്പെല്ലാം ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് അരഞ്ഞു വരും. ഇത് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കറിവേപ്പില എന്തെല്ലാം മണം വരുന്നുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് അരച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കുക. ഇതൊരു 3 ആക്കെല്ലാം കഴിക്കേണ്ട ദോശ കൂട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മിക്സി ജാർ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ നേർപ്പിച്ചെടുക്കാനുണ്ട്. ഇനി ദോശത്തവ ചൂടാവാൻ വെച്ച് ചൂടായ ദോശ തവയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഇനി മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. നെയ്യും തടവി കൊടുത്ത് അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. കറിയും കൂടെ ആവശ്യമില്ലാതെ ചൂടോടെ ഇത് കഴിക്കാൻ പറ്റും. ഇനി ഒട്ടും നെയ്യൊന്നും തടവാതെ ദോശ ചുട്ടെടുക്കുക. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചുട്ടെടുക്കുക. ഈ മാവ് കൊണ്ട് തന്നെ മുഴുവനായിട്ടും ചുട്ടെടുക്കുക. എണ്ണ തടവാതെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് വെച്ചിട്ടുള്ള ദോശ റെഡിയായി. ഇതുപോലെ മുഴുവനും ദോശ ചുട്ടെടുത്തു. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. മില്ലറ്റ് കൊണ്ടുള്ള കുറേ ദോശ, ഉപ്പുമാവ്, കഞ്ഞി, ഇഡ്ഡലി ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്. എല്ലാവരും കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.